സിനിമാ പോസ്റ്ററുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു കിടിലൻ എഡിറ്റിംഗ് സ്റ്റൈലാണ് ഡബിൾ എക്സ്പോഷർ. ഒന്നിലധികം ഇമേജുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ട് തന്നെ നല്ല കിടിലൻ ഡബിൾ എക്സ്പോഷർ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അത്തരത്തിലുള്ള എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. എഡിറ്റിംഗിലേക്ക് കടക്കും മുന്നേ നമുക്ക് ഏത് തരം ചിത്രങ്ങളാണ് ഇത്തരം എഡിറ്റിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ലൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വളരെ ലൈറ്റ് കളർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലോ വെച്ചിട്ട് നമ്മൾ സബ്ജക്റ്റിന് വെച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഡാർക്ക് കളർ ഡ്രസ്സ് ആണെങ്കിൽ ഈ എഡിറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ചിത്രത്തിനെ സ്നാപ്സീഡിൽ ഓപ്പൺ ആക്കാം. എഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്നാപ്സീഡിൽ ചിത്രം ഓപ്പൺ ആക്കിയതിന് ശേഷം ടൂൾസിൽ പോയാൽ നമുക്ക് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ കാണാം. ക്രോപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫ്രെയിമിനെ നമുക്ക് റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മുടെ ഹെഡ് അതുപോലെ തന്നെ നമുക്ക് ഇമേജ് ഡബിൾ എക്സ്പോഷർ ചെയ്യാനുള്ള ആ ഒരു ഏരിയ, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു ഏരിയയും പ്രോമിനൻ്റ് ആയിട്ട് വെച്ചിട്ട് ക്രോപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ നമ്മളൊരു ഫുൾ ഒരാൾ നിൽക്കുന്ന ഫോട്ടോ ഫുൾ ലെങ്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോട്ടുകൾ വെക്കുമ്പോൾ അത് അത്രത്തോളം വർക്ക് ആവണമെന്നില്ല. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് ഈ ചിത്രത്തിനെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂൾസിൽ പോവാം, എന്നിട്ട് ഇവിടെ ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആദ്യം നമുക്ക് സാച്ചുറേഷൻ കുറച്ച് വയ്ക്കാം. നമുക്ക് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കിട്ടി. ഇത് നമ്മൾ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാക്സിമം വൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡാർക്ക് ഏരിയ ഉണ്ടാവണം. അവിടെയാണ് നമ്മൾ പുതിയ ചിത്രം ആഡ് ചെയ്യുന്നത്. ഇതിൽ ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ കൂട്ടുക. അപ്പോൾ ഹൈലൈറ്റ്സിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് ഏരിയ ഒന്നുകൂടെ വൈറ്റിഷ് ആയിട്ട് മാറുന്നത് കാണാം. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ഒന്നുകൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഷാഡോസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കുറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് ആഡ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്താണ് ഈ എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, അതായത് നമ്മുടെ ചിത്രത്തിലോട്ട് രണ്ടാമത്തെ ഒരു ഇമേജ് ആഡ് ചെയ്യണം. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മെയിൻ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ അയാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം അല്ലെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കഥ പറയാൻ പറ്റുന്ന ചിത്രം, രണ്ട് ചിത്രങ്ങൾ തമ്മിൽ ഒരു മാച്ച് ഉള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രസമുള്ള സിറ്റിസ്കേപ്പുകളോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പുകളോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈറ്റാണ് പെക്സൽസ്. പെക്സൽസിൽ പോയാൽ ഫ്രീ ആയിട്ട് ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് രണ്ടാമതൊരു ചിത്രം നമ്മൾ ആദ്യത്തെ ചിത്രത്തിലോട്ട് ആഡ് ചെയ്യുന്നത് നോക്കാം. ടൂൾസിൽ പോയാൽ അതിൽ ഏറ്റവും താഴത്തെ റോയിൽ നിങ്ങൾക്ക് ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് പുതിയ ഇമേജിനെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ ചിത്രം ഇതിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ ഒപ്പാസിറ്റി കുറഞ്ഞ രീതിയിലായിരിക്കും ചിത്രം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഷർട്ടിൻ്റെ ഏരിയയിലാണ് ഈ ചിത്രത്തിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒരു സ്ഥലം നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി വളരെ എളുപ്പത്തിൽ ഈ ചിത്രത്തിനെ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക് ഏരിയയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, താഴെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ചിത്രം ഈ ഡാർക്ക് ഏരിയയിൽ മാത്രമായിട്ട് വരുന്നതായിട്ട് കാണാം. ബാക്കിയുള്ള ഏരിയനൊന്നും ഇത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വൈറ്റ് ഏരിയ ഒക്കെ വളരെ ക്ലീൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് അത് പുറമേക്ക് കൂടെ സ്പ്രെഡ് ആവും. എന്നാൽ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി നൈസായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നതിന് പകരം മാനുവലി ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ഡിഫോൾട്ട് കൊടുത്തതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എത്രത്തോളം ഒപ്പാസിറ്റി വേണം, നമുക്ക് എത്രത്തോളം രണ്ടാമത്തെ ചിത്രം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ കൂട്ടി വയ്ക്കുക. അപ്പോൾ ആ ചിത്രം കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ ചിത്രം ബാക്ക്ഗ്രൗണ്ടിലും പുതിയത് ഫ്രണ്ടിലും ഉണ്ട്. എന്നാൽ ചുറ്റുപാടുള്ള ഏരിയകളിലൊക്കെ അത് സ്പ്രെഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ആ ഷർട്ടിൻ്റെ ഏരിയയിൽ മാത്രം മതി ഈ ചിത്രം എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ടോപ്പിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എഡിറ്റ്സ് കാണാം. അവിടെ ഡബിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, അവിടെ ബ്രഷ് ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത് ആഡ് ചെയ്ത ചിത്രം ഇവിടെ കാണാൻ പറ്റൂല. അത് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് വീണ്ടും വരും. ഇപ്പോൾ ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 0 കാണാം. അല്ലെങ്കിൽ 0 ആക്കി വെക്കുക. അതായത് നമ്മൾ ബ്രഷിൻ്റെ വാല്യൂ 0 ആക്കി വെച്ചിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് മുകളിലുള്ള ചിത്രം മായുന്നതായിട്ട് കാണാൻ പറ്റും. മെയിൻ സബ്ജക്റ്റിൻ്റെ ഏരിയ എന്നല്ലാത്ത എല്ലാ പോർഷനും നമുക്കിങ്ങനെ ചിത്രത്തിൽ നിന്ന് മായ്ച്ചെടുക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ട് തന്നെ മായ്ച്ചെടുക്കുക. ഇനി ഇതിൻ്റെ എഡ്ജസിലൊക്കെ ഒരു കട്ടൗട്ട് എടുത്ത് വെച്ചതുപോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഫുൾ ഒപ്പാസിറ്റിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ ഒരു 50 അല്ലെങ്കിൽ 75 25 ഒക്കെ വെച്ചിട്ട് എഡ്ജസിലൂടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ എഡ്ജസിന് കുറച്ചുകൂടി ഒരു 3 ഡയമെൻഷൻ ഫീൽ വരുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ആ ഒരു ഔട്ട്ലൈൻ ലുക്കായിരിക്കും കിട്ടുക. നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ടച്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ എഡിറ്റിനെ ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം കൂടെ നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ഹെഡ് പോർഷനിൽ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂൾസിൽ പോയിട്ട് വീണ്ടും ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് അടുത്ത ചിത്രം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ചിത്രത്തിൻ്റെ സൈസൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പോർഷനിൽ കൃത്യമായിട്ട് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒപ്പാസിറ്റി ലെവലിൽ വെക്കുകയാണ്. ഓക്കെ, ഇത്രയും സെറ്റായതിന് ശേഷം ഇവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വീണ്ടും ടോപ്പിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എഡിറ്റ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഡബിൾ എക്സ്പോഷറിൽ പോവുക, ബ്രഷ് ചൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നേരത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്കിവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഇമേജ് വിസിബിൾ ആവും. എന്നിട്ട് ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ 0 ആക്കി വെക്കുക. നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ടാത്ത ഏരിയകളിൽ നിന്നൊക്കെ ഈ ഇമേജിൻ്റെ പോർഷൻസ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡബിൾ എക്സ്പോഷർ സെറ്റായി. ഇനി നമുക്ക് ഈ ചിത്രത്തിന് ഓവറോൾ ഒരു കളർ തീം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂൾസിൽ പോയാൽ ഇവിടെ ഗ്രെയിനി ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്റർ കാണാം. ഗ്രെയിനി ഫിലിം സെലക്ട് ചെയ്യാം. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു കളർ തീം ഫൈൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫിൽറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ഗ്രെയിൻസ് ആവശ്യമില്ലെങ്കിൽ ഗ്രെയിൻ്റെ വാല്യൂ കുറയ്ക്കുക. അതുപോലെ തന്നെ ഫിൽറ്ററിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഈ ഒരു ടെക്നിക്ക് നല്ല ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഇമേജുകളുടെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ് ഷോട്ട് തന്നെ വേണമെന്നില്ല, അല്ലാത്ത ചിത്രങ്ങളിലും നിങ്ങൾക്ക് ഡബിൾ എക്സ്പോഷർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡബിൾ എക്സ്പോഷർ ഇമേജുകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോത്തിനെ ടാഗ് ചെയ്യുക. നല്ല ചിത്രങ്ങൾ ഫോട്ടോത്തിൻ്റെ സ്റ്റോറിയിൽ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. See you guys. Bye bye.